ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസമായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, വീഡിയോ എടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത്. അത് എന്തൊരു ചളിയാലേ. മടിയാണ് മോനെ മെയിൻ. ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലൊക്കെ പോകാൻ വരെ മടി. പിന്നെ എങ്ങനെ ഞാൻ വീഡിയോ എടുത്തിടും? കൺസിസ്റ്റൻസി ഈസ് ദ കീ ഓഫ് സക്സസ് എന്നാണല്ലോ. ആ ഒരൊറ്റ സെന്റൻസിൽ ഞാൻ എണീച്ചിരുന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയതായിട്ടൊന്ന് രാവിലെ മുതൽ. ലിയോന്റെ കാൽമ ചെറിയൊരു മുഴ ഉണ്ടായിരുന്നു. അത് റിമൂവ് ചെയ്തപ്പോൾ അവന് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ബാൻഡേജ് ഒക്കെ കെട്ടിയിരിക്കുകയാണ്. അവന് കിടക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ഓർഡർ ചെയ്ത ബെഡാണ് കേട്ടോ. ഇത് ഇപ്പം എത്തിയിട്ടുള്ളൂ. ബെഡ് ഒരു ഭീകരജീവിയാണ് എന്നുള്ള രീതിയിലാണ് അവൻ വിട്ടുപോയി കിടക്കുന്നുണ്ട്. കുറച്ച് റെഡി ആവായിരിക്കും. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാനൊരു കട്ടൻ കുടിക്കട്ടെ വിചാരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. എന്റെ ഒപ്പം മക്കളും ഉണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ടി വിയിൽ പാകെ കാണാൻ കിട്ടുന്ന ഒരേ ഒരു സംഭവം ഇതാണ്. ഫുൾ അടി പിടി മയം. ടിവിത്തെ കാര്യം പോട്ടെ, റിയൽ ലൈഫിൽ ഇവർ രണ്ടുപേരും ഇപ്പൊ ഇത് അടിയോടടിയാണ്. ഇവർ കളിക്കാണോ കാര്യമാണോ എന്നൊന്നും മനസ്സിലാവണില്ല കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ഇഡ്ഡലി സാമ്പാറും കഴിച്ചിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി ബാഗും തൂക്കി പോവാണ് കേട്ടോ. മക്കളെ സ്കൂളിലേക്കാണ് പോണത്. മക്കളെ പുസ്തകങ്ങളൊക്കെ വാങ്ങണ്ടേ, അതിനാണ്. നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? വെറുതെ ഒരു രസം. അങ്ങനെ നേരെ സ്കൂളിലെത്തി മക്കൾക്ക് വേണ്ടി ഏതൊക്കെ രീതിയിൽ പൈസ ചെലവാക്കുക എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് അങ്ങോട്ട് തന്നു. അതിൽ നമുക്ക് ആവശ്യമുള്ളതും പിന്നെ പൈസക്ക് അനുസരിച്ചൊക്കെ നമുക്ക് ഒരു ടിക്കറ്റ് കൊടുക്കാം. അങ്ങനെ ടിക്കറ്റ് കൊടുത്ത സാധനങ്ങൾ മാത്രം ഇതുപോലെ അങ്ങോട്ട് തന്നു. ഇതിപ്പോ റെയിനുവിന്റെ ബുക്സ് മാത്രമേ ഉള്ളൂ. ആരിന്റെ ബുക്സ് കിട്ടാൻ ഒരു വരവൂടെ വരേണ്ടി വരും. എന്താലേ. പിന്നെ നേരെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് പതുക്കെയാണ് ഞാൻ വന്നത്. വീട്ടിലെത്താനായപ്പോ പ്ലേ ചെയ്ത പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല. പാട്ടൊക്കെ കേട്ട് നല്ലൊരു ഫീല് കുറച്ചേരം അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നു. താത്താന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് അവളങ്ങോട്ട് വീഡിയോ കോൾ ചെയ്ത് ഒരു ബർത്ത്ഡേ വിശ്വസിച്ച് ചൂടോടെ അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അവള് ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് അടുക്കളയിലൊന്നും കയറാതെ സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൽ ഇമ്മാനെ ആഡ് ചെയ്തു. ഇമ്മാനെ പിന്നെ വീഡിയോ കോൾ കാണുമ്പോൾ ഇത്രയെങ്കിലും മുഖം കാണുന്ന വലിയ കിട്ടലാണ് കേട്ടോ. ഒന്നുകിൽ ആ മൂക്കിന്റെ ഒട്ട അല്ലെങ്കിൽ ആ മുടീന്റെ അറ്റം. സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാന് കറങ്ങണ മാത്രമേ കാണുള്ളൂ. പിന്നെ ഇമ്മാന്റെ ഫോണിലേക്ക് ഇപ്പൊ ഒന്ന് എത്തി നോക്കിയിട്ട് കുറച്ചേരം വർത്താനം പറഞ്ഞു. ഓക്ക് വിഷ് അറിയിക്കാനാണ് മെയിൻ ആയിട്ട്. വൈകുന്നേരം ആയപ്പോൾ മുറ്റത്തുനിന്ന് സുജീന്റെ സൗണ്ട് ആയിട്ട് വന്നു നോക്കിയതാണ്. സുജിന്റെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ മക്കളെ ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെ സിപ്പപ്പ്. ഞാൻ എനിക്കില്ലേ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ആ കവർ മൊത്തത്തിൽ എന്റെ കയ്യിൽ അങ്ങോട്ട് തന്നു. എന്താ ഭയം കിട്ടും. ഇതിൽ കുറെ ഉണ്ട്. സാവധാനം ഓരോന്നോരോന്നായി തീർക്കാം. ഇപ്പൊ എന്തായാലും ഒന്നിലൊതുക്കാം. ഇത് മാത്രല്ല സുജി കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചിൻ ബേക്കറിൽ കടകാലിയാക്കലായിരുന്നോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അത് തുറന്നാൽ നമുക്ക് ഇതിലുള്ള കോൺസെൻട്രേഷൻ പോകും. ഇത് നമുക്ക് ആദ്യം ഒന്ന് തീർക്കാല്ലേ. വൈകുന്നേരം ആയപ്പോഴേക്കും ലിയോക്ക് പുതിയ ബെഡിനോടുള്ള ഐത്തൊക്കെ മാറിയിട്ട് ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സുജി അവനൊന്ന് ക്ലീൻ ആക്കി അവന്റെ കാലുമത്തുള്ള ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് നീറ്റാക്കി കൊടുത്തു. അപ്പോഴേക്കും ടോട്ടോക്ക് ഇച്ചിരി പൊസസീവ്നെസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവനെ ശ്രദ്ധിക്കുന്നില്ലേ എന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് തീർത്തു കൊടുക്കാനുണ്ട് സുജി. പിന്നെ നേരത്തെ കാണിച്ച ഒരുപാട് സ്നാക്സ് ഉണ്ടല്ലോ, അതൊക്കെ കുപ്പിയിലിട്ട് വെക്കണ പണിയാണ്. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ജോബ്. ഇതിന്റെ സ്നാക്കിന്റെ ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഭാഗം അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു കിടക്കാറില്ല. ഇത് എടുത്തു വെക്കൽ നല്ലൊരു പണിയാണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് അവിടെ ഫുൾ മെസ്സായിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൽ ഓരോന്നോരോന്നായി നമുക്ക് തീർക്കാം.